Hi dears, welcome back to Mayflower. Today we are discussing another topic from cultural studies, that is online shopping. Online shopping നമുക്കറിയാം, ഓൺലൈൻ ഷോപ്പിംഗ് എന്നത് ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ കൾച്ചറൽ സ്റ്റഡീസ്. ഇത് എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. Online shopping is a form of electronic commerce which allows consumers to directly buy goods and services from a seller over the internet using a web browser or a mobile app. മൊബൈൽ ആപ്പ് വഴി ഓൺലൈൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റം വഴി നമ്മൾ സാധനങ്ങൾ ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങുന്നതിനെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. Online shopping enables customers to buy products at any time that is convenient for them. ഇനി ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ ട്രെൻഡി ആകാനുള്ള കാരണം വി ക്യാൻ ബൈ ദ പ്രോഡക്ട്സ് ഓർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് എനി ടൈം ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ us. നമുക്ക് സൗകര്യപ്രദമായ ഒരു സമയത്ത് ഈ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഇത്രയധികം പോപ്പുലർ ആകാനുള്ള കാരണം. Online shopping was invented by the entrepreneur Michael Aldrich of UK in 1979. 1979 യുകെയിലെ മൈക്കൽ ആൾഡ്രിഡ്ജ് എന്ന ഓണ്ടർപ്രണറാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. ആൻഡ് എ ടിപ്പിക്കൽ ഓൺലൈൻ സ്റ്റോർ എനേബിൾസ് ദ കസ്റ്റമേഴ്സ് ടു ബ്രൗസ് എ ഫേം റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഗുഡ്സ്, view photos and images of the product along with information and the product specification, features and prices. ഇനി ഒരു നല്ല ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ സ്റ്റോർ ആണ് എങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ദ കസ്റ്റമേഴ്സ് ക്യാൻ ബ്രൗസ് എ ഫേം റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, വ്യൂ ഫോട്ടോസ്, നമുക്ക് വാങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദ ഇമേജസ് ഓഫ് ദി പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും, ഇൻക്ലൂഡിങ് സ്പെസിഫിക് ഫീച്ചേഴ്സ് ആൻഡ് പ്രൈസസ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, വില എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ആൻഡ് 3 നോട്ടബിൾ ആസ്പെക്ട്സ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. ഇനി ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ ഓഫ് ചോയ്സ്. നമുക്ക് ചോയ്സ്, ഒരുപാട് ചോയ്സ് ഉണ്ടാകും, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞെടുക്കാനുള്ള ഒരവസരമുണ്ട്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഈസിനെസ്, ഈസി ആയിട്ട് പ്രോഡക്ട്സ് നമുക്ക് വാങ്ങാനും അതേപോലെ തന്നെ നമ്മുടെ സൗകര്യത്തിന്, ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തി നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു, അത് നമ്മുടെ വീട്ടിലെത്തിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനുള്ള സമയം പറയാം, ആ സമയത്ത് നമുക്ക് വീട്ടിൽ ആ സാധനം എത്തിക്കും. അത്രത്തോളം ഈസിനെസ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണയാണെങ്കിൽ ഒരു ഷോപ്പിൽ പോകാനുള്ള സമയം വേണം, അതിന് വേണ്ട പ്രിപ്പറേഷൻസ്, അവിടെ പോയി സാധനം വാങ്ങി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു 2 മണിക്കൂർ ഉള്ള ഒരു ജോലിയായിരിക്കും, അല്ലെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് എങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ വീട്ടിലെത്തുന്ന രീതിയിലേക്കുള്ള സമ്പ്രദായമാണ് ഓൺലൈൻ ഷോപ്പിംഗ്. ഈ സ്പെസിഫിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ആസ്പെക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഓർഗനൈസേഷൻ ഓഫ് ചോയ്സ്. Amazon describes itself as a customer-centered company, that is a place where people can buy everything that they want. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഏത് സമയവും വാങ്ങാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്, കസ്റ്റമർ സെൻറ്റർ കമ്പനിയാണ് തങ്ങളെന്നാണ് ആമസോൺ അവകാശപ്പെടുന്നത്. ആൻഡ് when we choose products from Flipkart, Meesho, Myntra, then Ajio, etc., we can choose and compare products. ഒരുപാട് കമ്പനികളുണ്ട്. സാധാരണ അത് 2 മാർക്കും ചോദിക്കാം. എക്സാമ്പിൾസ് ഓഫ് ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ദ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് ഓൺലൈൻ സർവീസസ്. ഫ്ലിപ്കാർട്ട്, മീഷോ, അതേപോലെ അജിയോ, മൈത്ര തുടങ്ങിയ കമ്പനികൾ. And we can choose and compare products, their prices and quality, and you can buy the best one at a low price. ഇനി നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ മെറിറ്റ്സ് എന്നുള്ളത്, ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ നേട്ടം, വി ക്യാൻ കമ്പയർ ആൻഡ് ചൂസ് പ്രോഡക്ട്സ്. ഈ കമ്പനികളിലെല്ലാം പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് ആ പ്രോഡക്ട്സ് നോക്കാം, അതിൻ്റെ വില നമുക്ക് നോക്കാൻ പറ്റും. വില നോക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി നോക്കാൻ പറ്റും.
അങ്ങനെ ആ ഒരു കമ്പാരിസൺ നടത്തി വി ക്യാൻ ചൂസ് ദ ബെസ്റ്റ് വൺ അറ്റ് ലോ പ്രൈസ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും നല്ല സാധനം ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരുപാട് പോരായ്മകളുണ്ട്, എന്നാലും പോരായ്മകൾ നമുക്ക് അടുത്തത് പറയാം. പക്ഷേ അതിലെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ ഒരു മെറിറ്റ്സ്, നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഗുണം എന്നത് ഇതാണ്. ദെൻ സെക്കൻഡ് വൺ, ഓർഗനൈസേഷൻ ഓഫ് ഈസിനെസ്. Easiness to get the product at one click is another major factor that gain attraction. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സൗകര്യപ്രദമായ ഒന്ന്, നമുക്ക് ഏത് സമയത്താണോ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ആവശ്യമുള്ള ആ സമയത്ത് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും നമ്മളുടെ വിരൽത്തുമ്പിൽ എത്തുന്നു, നമ്മുടെ കൈയെത്തും ദൂരത്ത് ഉള്ള സംഭവങ്ങളാണ്. ആൻഡ് there is no need of going to the mall or shop. അതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് എങ്കിൽ, ഇപ്പോൾ രാവിലെ ഇറങ്ങുകയാണെങ്കിൽ അത് ഒരു ദിവസത്തെ തന്നെ ഒരു മെനക്കേടാണ് ഒരു ഷോപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല, ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വീട്ടിലെത്തുന്ന രീതിയിലേക്കാകുന്നു. ആൻഡ് ഹോം ഡെലിവറി മെക്കാനിസംസ് ഇൻഷുർ ദ കംഫർട്ട് ഓഫ് കസ്റ്റമേഴ്സ് ടു ഗെറ്റ് ദ പ്രോഡക്റ്റ് വെൻ ദേ ആർ അറ്റ് ഹോം. ഇനി ഹോം ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരോട് പറയാം, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, നമ്മൾ ഇത്ര സമയത്താണ് വീട്ടിലുണ്ടാവുക, ഇന്ന സമയത്ത് ഈ സമയത്തിനിടയ്ക്ക് നിങ്ങൾ വീട്ടിൽ വന്നാൽ നമ്മൾ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തിക്കും. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. ആൻഡ് ദ കസ്റ്റമർ ഡു നോട്ട് നീഡ് ടു വെയിറ്റ് ഇൻ ക്യൂ ടു പേ ദ ബിൽസ് ഓർ ബൈ ദ പ്രോഡക്റ്റ്. ഇനി സാധനം വാങ്ങാൻ ക്യൂവിൽ നിന്ന് ബില്ലടയ്ക്കേണ്ട ഒരു ഗതികേടില്ല. അതേപോലെ തന്നെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവും ഇതിൽ വരുന്നില്ല. ആൻഡ് ഇറ്റ് മേക്സ് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ് ഓഫ് ഷോപ്പിംഗ് ഈസിയർ. ഈ ഫിസിക്കൽ പ്രോസസ്സാണ്, ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോയി സാധനം വാങ്ങുക എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ്. അതിനെ ഒരു കസ്റ്റമർ സെൻറ്റേർഡ് അല്ലെങ്കിൽ ഈസി വേ ആക്കി മാറ്റാൻ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് സാധിക്കും. Through online shopping, we get a personal and private shopping. ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്കൊരു പേഴ്സണൽ ഷോപ്പിംഗ് ആണ് കിട്ടുന്നത്, അതോടൊപ്പം തന്നെ ഒരു പ്രൈവറ്റ് ഷോപ്പിംഗ് ആണ്. നമുക്കിഷ്ടമുള്ള സാധനം, ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവരുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക, വില നോക്കും, അതൊക്കെ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. അതേസമയം ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് അന്നേരം തന്നെ നമ്മുടെ വിലയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റേറ്റിനനുസരിച്ച് പറ്റുമെങ്കിൽ നമുക്കത് വാങ്ങാൻ സാധിക്കും. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഷോപ്പിംഗ് നടത്താൻ പറ്റും. സോ വി ഗെറ്റ് എ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ഷോപ്പിംഗ്. ഹിയർ ഇറ്റ് റീപ്ലേസസ് ടാക്ടൈൽ കമ്പോണൻറ്റ് വിത്ത് ദ വിഷ്വൽ കമ്പോണൻറ്റ്. ടാക്ടൈൽ കമ്പോണൻറ്റ് മീൻസ് നമ്മളവിടെ പോയി തൊട്ട് നോക്കി എടുക്കുന്ന സാധനം ഇവിടെ നമുക്ക് കാണാൻ മാത്രമേ സാധിക്കൂ. വിഷ്വൽ കമ്പോണൻ്റായി മാറുന്നു. നമുക്ക് കാണാൻ മാത്രമാണ് ഓൺലൈൻ ഷോപ്പിങ്ങിൽ കഴിയുള്ളൂ. അതേസമയം നമ്മൾ ഷോപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാനും സാധിക്കും. അതേപോലെ തന്നെ അത് കണ്ട് അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കി തൊട്ട് നോക്കി അതിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് വിഷ്വൽ കമ്പോണൻറ്റ് മാത്രമാണ് ഉള്ളത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഓർഗനൈസേഷൻ ഓഫ് റിസ്ക്. ഇത് അതിൻ്റെ ഡീമെറിറ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ മെറിറ്റ്സ് ആണ്. അതേസമയം അതിൻ്റെ ഡീമെറിറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ് എൻറ്റെയിൽസ് സം റിസ്ക് ആൻഡ് ദ റിസ്ക് എലമെൻറ്റ് ഇൻക്ലൂഡ് ദ പോസിബിലിറ്റി ഓഫ് ലോസിങ് മണി. ചിലപ്പോൾ നമുക്ക് പണം നഷ്ടപ്പെടാം. നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് കേൾക്കുന്നതാണ്, ഇപ്പം മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് പൈസ അടച്ചു, കിട്ടിയത് ചിലപ്പോൾ ഒരു കല്ലോ അല്ലെങ്കിൽ അങ്ങനെ മരക്കഷ്ണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ പോസിബിലിറ്റി ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനമായിരിക്കില്ല നമ്മളുടെ വീട്ടിൽ കിട്ടുന്നത്. നമ്മൾ കളർ ചേഞ്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകാം, ചിലപ്പോൾ അതിൽ ഡാമേജ് സംഭവിച്ചതാകാം. റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലും ചില പ്രോഡക്ട്സിന് റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമ്മളുടെ സാറ്റിസ്ഫാക്ഷന് പറ്റിയതായിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദർ മേ ബി ഡാമേജ് ടു പ്രോഡക്ട്സ്. ഇനി വരുന്ന സാധനത്തിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു റിസ്കി ഫാക്ടറാണ്. ഒന്നാമത്തേത്, ദർ മേ ബി എ ചാൻസ് ഓഫ് ലൂസിങ് മണി, പണം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ഓർഡർ ചെയ്ത സാധനമായിരിക്കില്ല കിട്ടുന്നത്, അതുകൊണ്ട് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, നമുക്ക് തൃപ്തമല്ലാത്തൊരവസ്ഥ വരാം. പിന്നീട് ദർ മേ ബി ഡാമേജ് ടു പ്രോഡക്ട്സ്, സാധനങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാം. ഈ 3 പ്രശ്നങ്ങളാണ്
അതിന് മെയിനായിട്ട് വരുന്നത്. ആൻഡ് ദർ ഈസ് റിസ്കി ഫാക്ടേഴ്സ് ഇൻ റിട്ടേണിങ് ദ പ്രോഡക്ട്സ്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ദർ ഈസ് സം റിസ്ക് ഇൻ റിട്ടേണിങ് പോളിസി. ഈ വാങ്ങിയ സാധനം നമുക്ക് റിട്ടേൺ ചെയ്യാൻ ചില പ്രോഡക്ട്സ്, നേരത്തെ പറഞ്ഞു, ചില പ്രോഡക്ട്സിന് റിട്ടേൺ പോളിസി ഉണ്ടാകില്ല. അപ്പോൾ റിട്ടേൺ പോളിസി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കിട്ടിയ സാധനം കൊണ്ട് തൃപ്തപ്പെടേണ്ടതായിട്ട് വരുന്ന സമയത്ത് അവിടെയും കസ്റ്റമേഴ്സിന് പ്രശ്നമായി വരാറുണ്ട്. ആൻഡ് ഇറ്റ് റിക്വയർസ് സെവറൽ മെഷേഴ്സ് ടു അവോയ്ഡ് കോംപ്ലിക്കേഷൻസ്. ഇനി ഈ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചില മെഷേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, സെക്യൂർ ആൻഡ് സേഫ് മാനേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തികമായ ഇടപാട് നടത്തുന്ന സമയത്ത് സേഫ് മെഷേഴ്സ് സ്വീകരിക്കുക. അതായത് ആദ്യം തന്നെ പൈസ അടയ്ക്കാതെ ഹോം ഡെലിവറി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോം ഡെലിവറി കൊണ്ടുവരുന്ന സമയത്ത് ആ സാധനം പൊട്ടിച്ച് നോക്കി നമുക്കത് സെലക്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പൈസ കൊടുക്കാം. അത്ര നേരം അവർ വെയിറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അവർ ആ ഒരു തിരക്കിനിടയിൽ അത്ര നേരം അവർ വെയിറ്റ് ചെയ്യാൻ മടി കാണിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് GPay ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിനുശേഷം നമുക്ക് പൈസ കൊടുക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണം നഷ്ടപ്പെടാതെ ഇരിക്കും. നെക്സ്റ്റ് വൺ, ഗുഡ് റിട്ടേൺ പോളിസി. പിന്നീട് നമ്മൾ പ്രോഡക്ട്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ചെക്ക് ഫോർ ഗുഡ് റിട്ടേൺ പോളിസി. ആദ്യം തന്നെ നോക്കുക, റിട്ടേൺ പോളിസി ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ റിട്ടേൺ പോളിസി ഉണ്ടെങ്കിൽ മാത്രം ആ പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ചില പ്രോഡക്ട്സിന് റിട്ടേൺ പോളിസി ഇല്ലാത്തതുണ്ട്. അത് ഒരു റിസ്കി ഫാക്ടറാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഡാമേജ് ആയിട്ടുള്ള സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് റിട്ടേൺ പോളിസി ഉള്ളത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നീട് നീഡ് ഓഫ് ട്രസ്റ്റ്, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ആവശ്യം വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോൾ പൈസ പോകുക അങ്ങനെ പേടിച്ചിരിക്കാതെ നമ്മൾ നല്ല പോളിസി നോക്കി സെലക്ട് ചെയ്യുക. അതേപോലെ ജുഡീഷ്യസ് ആയിട്ട് ഷോപ്പിംഗ് നടത്തുകയാണ് എങ്കിൽ ഇറ്റ് ഈസ് എ ബെറ്റർ പ്ലാറ്റ്ഫോം. ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് ഓൺലൈൻ ഷോപ്പിംഗ്. പുറത്ത് പോയി നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസ്ക് കാര്യങ്ങളില്ല, യാത്ര ഒഴിവാക്കാം. പക്ഷേ നമ്മുടെ പൈസ നഷ്ടപ്പെടാതെ സേഫായ രീതിയിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ ശ്രദ്ധിക്കുക. ഇത് essay ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. essayക്ക് അല്ലെങ്കിൽ പാരഗ്രാഫായിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. Hope you enjoyed it. Thank you.